ഹലോ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള ഒരു പ്രശ്നം എന്താണല്ലേ? സ്റ്റേജ് ഫിയർ. അത് നമുക്ക് എങ്ങനെ ഒന്ന് ഓവർകം ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് പലപ്പോഴും നമ്മളോട് ആരെങ്കിലും എന്തൊരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസിലോ രണ്ട് വാക്ക് സംസാരിക്കാൻ പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു ഭയമാണല്ലേ? ഒരു കൈയും കാലും വരാം. കൈയും കാലും മാത്രമല്ല, ശരീരവും ഹാർട്ടിൻ്റെ പടപ്പൊക്കെ പടപടപടാന്നിങ്ങനെ ടപ്പ് നമ്മൾക്ക് തന്നെ ഫീൽ ചെയ്യും. അതെന്താണല്ലേ? അതൊരു കോൺഫിഡൻസിൻ്റെ കുറവാണ്. നമ്മൾക്കത് എങ്ങനെ മാറ്റിയെടുക്കാം? ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ അതൊക്കെ മാറുള്ളൂ. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയമാണ്. ഞാൻ പറഞ്ഞാൽ മറ്റുള്ളവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുമോ? അപ്പോൾ അത് ആകപ്പാടെ കൂടെ ഒരു അങ്കലാപ്പാണല്ലേ? അത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾക്ക് എന്തൊരു കാര്യം നമ്മൾ വർക്കൗട്ട് ചെയ്ത് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഒരു പബ്ലിക് സ്പീക്കർ എന്ന് പറയുന്നത് നമ്മൾക്കത് അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പ്രാക്ടീസ് ചെയ്തിരിക്കണം. നമ്മളൊരു മിററിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറയിലോ നമുക്ക് അത് കുറച്ച് സമയം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾക്കതൊന്ന് പെർഫോമൻസ് ചെയ്യാൻ ശ്രമിക്കാം. കാരണം പ്രാക്ടീസ് ഇല്ലാതെയോ അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റായിട്ട് അത് വർക്കൗട്ട് ചെയ്യാതെയോ നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോയാൽ തീർച്ചയായിട്ടും നമ്മൾക്കത് ഒരുപാട് മിസ്റ്റേക്കുകളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. നമ്മൾക്ക് ആ സ്റ്റേജ് ഫിയർ മാറണമെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കോൺഫിഡൻസ്, ആ ഒരു ലെവൽ എല്ലാവർക്കും കൂട്ടേണ്ട ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാവരുടെ ഉള്ളിൻ്റെ ഉള്ളിലും ഈ കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ അതൊന്ന് പുറത്തേക്ക് എടുക്കാനാണ് ഒരു മടി. അപ്പോൾ അതൊന്ന് മാറ്റി ഏതൊരു പബ്ലിക് സ്പീക്കിലും നമ്മൾക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യണമെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ നന്നായി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്ക് അതിലൊന്നൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ സാധിക്കുകയുള്ളൂ. സോ എല്ലാവരും ബി പ്രാക്ടീസ്, ബി പ്രാക്ടിക്കൽ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.